ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം മൗനരാഗത്തിന്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പോലീസുകാരൻ അയാളുടെ വീട്ടിലിരുന്ന് CCTV ക്യാമറയുടെ ദൃശ്യങ്ങൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് CCTV ക്യാമറയിൽ മറ്റൊരു കാര്യം കാണുന്നത്. കാരണം ഗംഗാപ്രസാദ് മുഖവും പകുതിക്ക് കെട്ടിക്കൊണ്ട് തോക്കും പിടിച്ചുകൊണ്ട് വരുന്ന രംഗമാണ് പോലീസുകാരൻ കാണുന്നത്. ഇത് കണ്ട പോലീസുകാരന് മനസ്സിലായി, അവൻ ആ കല്യാണ പന്തലിൽ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഇയാൾ വരെ ഞെട്ടിപ്പോണോ. ഓഹോ, അപ്പോൾ ആ ഗംഗാപ്രസാദ് അവിടെ വന്നായിരുന്നല്ലേ, കണ്ടില്ലേ. ഇപ്പോൾ CCTV നോക്കിയപ്പോൾ കാര്യങ്ങൾ വ്യക്തമായില്ലേ, ഗംഗാപ്രസാദ് അവിടെ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ കല്യാണം നടക്കുന്ന അറിഞ്ഞു കഴിഞ്ഞാൽ അവൻ ഏത് മൂലക്കാണെങ്കിലും വരുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഒരു സംശയത്തോടു കൂടി തന്നെ ഞാൻ CCTV ക്യാമറ ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്നൊക്കെ പോലീസുകാരും പറയണേ. എന്നാലും എൻ്റെ സാറേ, അവൻ വല്ലാത്തൊരുത്തനായിരുന്നു. അവനെ പേടിച്ചിട്ടാണല്ലോ ഇവർ ഒളിച്ച് കല്യാണം വരെ നടത്തിയത്. എന്നാലും ഈ കല്യാണം നടത്താൻ പോകുന്ന കാര്യം ഇവൻ എങ്ങനെ അറിഞ്ഞു എന്നാണ് സാറേ മനസ്സിലാവാത്തത്. എന്തായാലും അവൻ അറിഞ്ഞെന്ന് മനസ്സിലായി. അവൻ കല്യാണ പന്തലിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ അവൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അവൻ എവിടെ പോയി? ഇനി അതാണ് കണ്ടെത്തേണ്ടത്. ഇനി ചില അന്വേഷണങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും സഹകരിച്ചതിൽ നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇയാളുമാണെങ്കിൽ, അതല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാറേ. അല്ല, ഇവൻ പിടികിട്ട പുള്ളിയാണ്. അതുമാത്രമല്ല, ഇവനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കൂടി അവനെ തൂക്കിലേറ്റുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കൊലപാതകങ്ങളും കുറ്റങ്ങളും എല്ലാം ചെയ്തവനെ എന്തിനാണ് സാറേ അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്നത്? അവൻ തീരണമെങ്കിൽ അങ്ങോട്ട് തീരട്ടെന്നേ, മറ്റുള്ളവരുടെ ശല്യമൊക്കെ അങ്ങോട്ട് തീരുമല്ലോ. അതല്ലേ സാറേ നല്ലത് എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എടോ, അത് വേറൊന്നും കൊണ്ടല്ല, ഈ മനുഷ്യരെ ശിക്ഷിക്കാനുള്ള ഒരിതും നമുക്കില്ല. അത് നിയമത്തിന് മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ഇവൻ എത്ര കൊടിൽ ക്രിമിനൽ ആണെങ്കിൽ പോലും അവനെ നമുക്ക് കണ്ടെത്തിയേ മതിയാവുള്ളൂ. എന്നിട്ട് നിയമത്തിന് മുന്നിൽ എത്തിക്കണം. നിയമമാണ് തീരുമാനിക്കുന്നത് എന്ത് വേണം ഏത് വേണം എന്നൊക്കെ. ഇനിയിപ്പോൾ ഒരു കൊലയാളിയാണെങ്കിൽ പോലും അവനെ നമ്മൾ കൊന്നു കഴിഞ്ഞാൽ നമ്മൾ ശിക്ഷിക്കപ്പെടും, അത് ഉറപ്പാ. അതിൽ യാതൊരു സംശയമില്ല. നമ്മൾ ശിക്ഷിക്കപ്പെടുന്നതിൽ ഒരു സംശയമില്ലെന്നൊക്കെ ഈ പോലീസുകാരൻ പറയുക. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇയാളാണെങ്കിൽ ഇങ്ങനെ അന്തം വിട്ട് നോക്കി നിൽക്കുകയാണ്. സാറേ, എന്തായാലും അവൻ മരിച്ചിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടെത്തണേ, അല്ലെങ്കിൽ എല്ലാവർക്കും വലിയൊരു ഭീഷണിയായി മാറും. അത് കണ്ടെത്തുമല്ലോ, അതിന് വേണ്ടിയാണല്ലോ. പക്ഷെ അവൻ എന്ത് സംഭവിച്ചു? അവൻ കല്യാണ പന്തലിലേക്ക് കയറിയിട്ട് പിന്നെ എങ്ങോട്ട് പോയി? ഇതാണ് നമുക്കറിയേണ്ട കാര്യം. അപ്പോൾ ശരി, ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസുകാരൻ നേരെ പുറത്തേക്ക് ഇറങ്ങാം. ഈ സമയം തന്നെ നമ്മുടെ കല്യാണിയും കിരണും ആകെ വെപ്രാളത്തിലാണ്. എന്നാലും കിരണേട്ടാ, ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പോലീസ് ജീപ്പ് വന്ന് നിൽക്കുന്നു. അതിൽ ആ പോലീസുകാരനെ ഇറങ്ങാം. കണ്ടു കഴിഞ്ഞപ്പോഴും ദേവിതി ആ CI വരുന്നല്ലോ, വീണ്ടും എന്താ ഇങ്ങോട്ട് വരുന്നത്? കല്യാണിക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ല, നമ്മൾ അവരുടെ മുന്നിൽ അടിപതറാനായിട്ട് പാടില്ല. അവർ പല ചോദ്യങ്ങളും ചോദിക്കും, എന്നാൽ കൂടിയും നമ്മൾ അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശരി കിരണേട്ടാ എന്ന് പറയാം. അങ്ങനെ നമ്മുടെ CI ആണെങ്കിൽ ആ വീട്ടിലേക്ക് അങ്ങോട്ട് കയറുകയാണ്. കിരണിവിടെ ഉണ്ടായിരുന്നല്ലോ. സാർ വീണ്ടും വന്നു. ചില അന്വേഷണങ്ങളൊക്കെ കിരൺ, അത് നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ. ഒരു കേസിന് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് അവസാനം വരെ നമ്മൾ കാണണ്ടേ. പകുതിക്ക് വെച്ച് അവസാനിപ്പിക്കാനായിട്ട് പറ്റില്ലല്ലോ കിരൺ. അത് സാറ് പറഞ്ഞത് ശരി തന്നെയാണ് സാർ. സാറിനിപ്പോൾ എന്താ അറിയേണ്ടത് സാർ? കിരൺ അന്ന് എന്നോട് പറഞ്ഞത് ഗംഗാപ്രസാദ് കല്യാണ പന്തലിലേക്ക് വന്നിട്ടില്ല, അവനെ നിങ്ങളാരും കണ്ടിട്ടില്ല എന്നൊക്കെ അല്ലേ പറഞ്ഞത്? കല്യാണിയാണെങ്കിൽ പേടിച്ചിങ്ങനെ വിറച്ച് നിൽക്കുക. അപ്പോൾ കിരൺ കല്യാണി ഒന്ന് നോക്കുക. അപ്പോൾ കിരണാണെങ്കിൽ, അതെ സാർ, ഗംഗാപ്രസാദ് അവിടെ വന്നിട്ടില്ലെന്ന് തന്നെയാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ്. ഞങ്ങൾ അവനെ ആരും കണ്ടിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഈ CI നേരെ കല്യാണിയെ നോക്കുക. അപ്പോൾ കല്യാണിയുടെ മുഖത്തെ ആ ഒരു പതർച്ച കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ CI ചോദിക്കുകയാണ്, എന്ത് പറ്റി? ഞാൻ ഈ ഒരു ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയാണല്ലോ, നിങ്ങളുടെ മുഖത്ത് വല്ലാത്തൊരു പേടിയുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോൾ കിരണാണെങ്കിൽ, അത് പിന്നെ സാർ വേറൊന്നുമല്ല, അവൾക്ക് നേരത്തെ മുതൽ പോലീസുകാരെ കണ്ട പേടിയാണേ, അതുകൊണ്ടാണ് അവളിങ്ങനെ ഒന്ന് പതറി നിൽക്കുന്നത്. അത് സാറ് കാര്യമായിട്ട് എടുക്കാൻ നിൽക്കണ്ട സാറേ. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ചിലവർക്ക് അങ്ങനെയാണ്, ഞങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ചിലർക്കൊക്കെ ഭയങ്കര പേടിയാണ്. അത് എന്താ പറയുക, പക്ഷെ ചിലവരുണ്ട് നമ്മളോടൊക്കെ നന്നായിട്ട് സഹകരിച്ച് നിൽക്കുന്നവർ, നമുക്കൊരു സംശയം തരാത്തവരൊക്കെ. പക്ഷെ ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവരെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സംശയങ്ങൾ നമുക്ക് പെട്ടെന്ന് ഉടലെടുക്കാം. ഇതൊക്കെ പറയുകയാണ്. അതൊക്കെ പോട്ടെ. അപ്പോൾ ഞങ്ങളൊരു അന്വേഷണം നടത്തിയായിരുന്നു. അതായത് ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞ ആള് കല്യാണ പന്തലിൽ കയറിയിട്ടുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കിരണും കല്യാണി ഞെട്ടിപ്പോവാണ്. സാർ എന്താ സാറേ പറയുന്നത്? അതേന്നേ, ആ ഗംഗാപ്രസാദ് കല്യാണ പന്തലിൽ കയറിയിട്ടുണ്ട്. പക്ഷേ കല്യാണ പന്തലിൽ കയറിയ ഗംഗാപ്രസാദ് പിന്നീട് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല.
അത് എങ്ങനെ, എന്തിനു വേണ്ടി, എന്തുകൊണ്ടാണ് അവൻ പുറത്തേക്ക് ഇറങ്ങാതിരുന്നത് എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ട കാര്യം. സർ, ഗംഗാപ്രസാദ് കല്യാണ പന്തലിലേക്ക് കയറിയതൊന്നും ഞങ്ങൾക്കറിയില്ല സർ. എന്താ കിരണേ, നിങ്ങളുടെ സംസാരത്തിലൊക്കെ കുറച്ച് പതർച്ചയുണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് വല്ല കയ്യബദ്ധവും പറ്റിയോ? ഗംഗാപ്രസാദിനെതിരായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യാബദ്ധമൊക്കെ പറ്റിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കല്യാണിയാണെങ്കിൽ വിറച്ച് നിൽക്കുക. ഇപ്പം തന്നെ സത്യം പറയുന്ന ഒരു മുട്ടിയൊരു അവസ്ഥയിലാണ് നമ്മുടെ കല്യാണി നിൽക്കുന്നത്. അപ്പോൾ കിരണാണെങ്കിൽ സാർ എന്തൊക്കെയാ സാർ പറയുന്നത്? ഞങ്ങൾക്ക് അങ്ങനെ ഒരു കയ്യാബദ്ധം പറ്റിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കൂടി നിങ്ങളെ വിവരം അറിയിക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ലല്ലോ സാർ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു കയ്യാബദ്ധം പറ്റിയിട്ടില്ല എന്ന് പറയണം. അല്ല, നിങ്ങൾക്ക് ആയിരുന്നല്ലോ ഭീഷണി. അപ്പോൾ ഈ ഗംഗാപ്രസാദ് കല്യാണ പന്തലിലേക്ക് കയറിയല്ലോ. ആ സമയത്ത് നിങ്ങൾ അവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടി മൽപ്പിടുത്തുണ്ടായി കാണാം, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച് കാണാം. അതുകൊണ്ടാണ് ചോദിക്കുന്നത് കിരൺ, നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യാബദ്ധം പറ്റിയിട്ടുണ്ടോയെന്ന്. ഇല്ല സാർ, ഞങ്ങൾക്കൊരു കയ്യാബദ്ധം പറ്റിയിട്ടില്ല, ഞങ്ങളവനെ കണ്ടിട്ടുമില്ല എന്നൊക്കെ കിരൺ ഉറപ്പിച്ച് തന്നെ പറയാം. പക്ഷെ അപ്പോഴും CI നേരെ കല്യാണിയെ നോക്കുന്നുണ്ട്. കല്യാണിയുടെ മുഖത്ത് അപ്പോഴും പതർച്ചയാണ് കാണുന്നത്. അത് പിന്നെ കിരണേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ ആ കല്യാണം നടന്ന ആ ഒരു വീഡിയോ ഇല്ലേ, ആ വീഡിയോ ഉണ്ടായിരിക്കുമല്ലോ. ആ വീഡിയോയുടെ പെൻഡ്രൈവ് എനിക്കൊന്ന് തരാമോ? എനിക്കൊന്ന് കാണാൻ വേണ്ടിയാണെന്ന് പറയാം. അപ്പോൾ കിരണൊന്നും മിണ്ടുന്നില്ല. കിരണും കല്യാണിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. അപ്പോൾ ഇപ്പോൾ ഈ CI ആണെങ്കിൽ ഇവർ രണ്ടുപേരെയൊക്കെ ശരിക്കും നിരീക്ഷിക്കുന്നുമുണ്ട്. എന്താ കിരണേ, മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് ആ കല്യാണ വീഡിയോ ഒന്ന് കാണാനായിട്ട് പറ്റുമോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അയ്യോ, ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ടട്ടോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ല സാറേ, എന്ത് ബുദ്ധിമുട്ട്? എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല സാറേ. എങ്കിൽ പിന്നെ എനിക്കതൊന്ന് കാണാമല്ലോ അല്ലേ? വേറൊന്നും കൊണ്ടല്ല, ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കതൊന്ന് കാണാവോ എന്ന്. എന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കല്യാണിയോട് പറയണ, കല്യാണി അവർ ലാപ്ടോപ്പ് എടുത്തിട്ട് വാ കല്യാണി എന്ന് പറയുക. അങ്ങനെ കല്യാണി ലാപ്ടോപ്പ് എടുക്കാനായിട്ട് അകത്തേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, ഈ ഗംഗാപ്രസാദിൻ്റെ കാമുകിയെ. അപ്പോൾ സ്റ്റെഫിനെ കാണിക്കുകയാണ്. അപ്പോൾ സ്റ്റെഫിയാണ് ഗുണ്ടകളോടൊക്കെ സംസാരിക്കുകയാണ്. ഞാൻ ഏതായാലും കുറേ അന്വേഷണങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഗംഗാപ്രസാദ് എവിടെയാണെങ്കിലും എനിക്ക് കണ്ടെത്തിയില്ലേ മതിയാവുള്ളൂ. അവൻ എന്ത് സംഭവിച്ചു എന്ന് എനിക്ക് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുന്നത് വരെ എനിക്കൊരു മനസ്സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഈ നമ്മൾ ഏതായാലും ആ ഓഡിറ്റോറിയത്തിലൊന്ന് പോയി നോക്കാമായിരുന്നു എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഓഡിറ്റോറിയത്തിൽ പോയതാണ്. പക്ഷേ ഓഡിറ്റോറിയത്തിൽ പോയെങ്കിലും അവിടെ ഫ്രണ്ടിൽ മാത്രമാണ് ക്യാമറ ഉള്ളത്, ബാക്കിൽ ക്യാമറയൊന്നും കാണാനുമില്ല. അതാണ് എനിക്ക് സംശയം. അല്ല, ഇത്രയും സമ്പന്നരായ ആൾക്കാർ എന്തിനു വേണ്ടിയായിരിക്കും ഇത്രയും മോശമായൊരു ഓഡിറ്റോറിയം തിരഞ്ഞെടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ സ്റ്റെഫി പറയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, കല്യാണം നടക്കുന്നത് ആരും തിരിച്ചറിയാനായിട്ട് പാടില്ലല്ലോ. ഒരു കള്ളത്തരത്തിലൂടെയല്ലേ ഇവർ രണ്ടുപേരുടെയും കല്യാണം അവർ നടത്തിയത്. അപ്പോൾ പിന്നെ കല്യാണം നടത്തത് ആരാണെന്ന് അറിയാൻ വേണ്ടിയിരിക്കാനാണ് ഇവർ ഇങ്ങനെ ചെറിയൊരു ഓഡിറ്റോറിയം തിരഞ്ഞെടുത്തത്. അപ്പോൾ ആരും സംശയിക്കില്ലല്ലോ എന്നൊക്കെ പറയണം. അത് നിങ്ങൾ പറഞ്ഞ സത്യം തന്നെയാണ്. പക്ഷേ ഗംഗാപ്രസാദ് ഓഡിറ്റോറിയത്തിൽ കയറിയിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. പക്ഷേ ഓഡിറ്റോറിയത്തിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവനെന്ത് സംഭവിച്ചു, അവൻ പുറത്തോട്ട് ഇറങ്ങാതെ എന്തുകൊണ്ടാണെന്നൊക്കെ പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ടകളാണെങ്കിൽ, സ്റ്റെഫി ഞാനൊരു കാര്യം പറയട്ടെ, സ്റ്റെഫിക്ക് വിഷമമൊന്നും തോന്നരുത്. ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടിൽ ഗംഗാപ്രസാദ് നമ്മളെ വിട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. അവനെന്തോ അപകടം പറ്റിയിട്ടുണ്ട്, അവൻ മരിച്ചു പോയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് സ്റ്റെഫി ഇരുന്ന് ഭയങ്കര കരച്ചിലാണ്. അപ്പോൾ സ്റ്റെഫി പറയണം, ദൈവത്തോട് നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ നിൽക്കരുത്. അവൻ മരിച്ചെന്ന് പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലെ വിശ്വാസം. അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഇഷ്ടം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും പറയാനായിട്ട് നിൽക്കരുത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അല്ല സ്റ്റെഫി, അങ്ങനെ അവൻ രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അവൻ ഫോൺ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവൻ ആരെങ്കിലും കയ്യിൽ നിന്ന് ഫോണിൽ നിന്ന് ഞങ്ങളെ വിളിച്ചാനായിരുന്നു. ഇത് അതുപോലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഗംഗാപ്രസാദ് ഇല്ലെന്ന് തന്നെ വേണ്ട വിശ്വസിക്കാനായിട്ട്. വേണ്ട, എനിക്ക് അങ്ങനെ വിശ്വസിക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഗംഗയെ തീർത്തിട്ടുണ്ടെങ്കിൽ അത് അവൻ തന്നെയായിരിക്കും കിരൺ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഗംഗയില്ലാത്ത ഈ ഭൂമിയിൽ എനിക്കും ജീവിക്കണ്ട. ഞാനും പോവും ഗംഗയുടെ കൂടെ. പക്ഷേ ഞാൻ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ഗംഗയ്ക്ക് അപകടം വരുത്തിയത് ആരാണോ അവരെ എല്ലാവരെയും എനിക്ക് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അവരെല്ലാവരും എനിക്ക് തീർക്കണം. എന്നാൽ മാത്രമേ എനിക്ക് മനസ്സമാധാനം കിട്ടുള്ളൂ. അതിന് ശേഷമേ ഞാൻ ഈ ഭൂമി വിട്ടു പോകുള്ളൂ എന്നൊക്കെ ഈ സ്റ്റെഫി പറയുകയാണ്. ഏതായാലും അന്വേഷണം ആരംഭിക്കണം. ഗംഗയ്ക്ക് എന്ത് സംഭവിച്ചു, ഇനി അതിനു വേണ്ടി തന്നെ തിരച്ചിലാണ് ഞാൻ.
എവിടെ എന്ത് സംഭവിക്കുമെന്ന് ഇനി പറയാൻ പറ്റില്ല. എല്ലാവരുടെ ഇടയിൽ എൻ്റെ ഒരു കണ്ണുണ്ടാകും. പരോള് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തന്നെ എനിക്കിത് അറിഞ്ഞാൽ മതിയാവുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് സ്റ്റെഫി അങ്ങോട്ട് നീങ്ങാം. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സാറിൻ്റെ അടുത്തേക്ക് CI സാറിൻ്റെ അടുത്തേക്ക് നേരെ ലാപ്ടോപ്പും കൊണ്ടുവരികയാണ് കല്യാണി. വന്നു കഴിഞ്ഞപ്പോഴേക്കും കിരണാണെങ്കിൽ ആകെ പേടി തോന്നുകയാണ്. ദൈവമേ, ഇനി ഇതിൽ നിന്ന് വല്ലതും കണ്ടുപിടിക്കോ എന്നൊക്കെ വല്ലാത്തൊരു പേടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ലാപ്ടോപ്പിൽ ഇങ്ങനെ നോക്കുക. പോലീസുകാരിങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും അതല്ല കിരൺ, അല്ല ഇതിൽ നല്ല ഫങ്ഷനൊക്കെ നടക്കുന്ന സമയം നിങ്ങളോട് പോയായിരുന്നു കിരൺ? നിങ്ങളതിൽ കണ്ടില്ലല്ലോ, എന്തു പറ്റി? നിങ്ങളെന്താ കല്യാണത്തിന് കൂടാതിരുന്നത്? നിങ്ങളെ മാത്രമല്ല 1-2 പേരെ അതിൽ കാണാനില്ലല്ലോ, എന്താ സംഭവിച്ചത്? അപ്പോൾ കിരൺ വീണ്ടും അവിടെ പതർച്ചയായി പോവുകയാണ്. അയ്യോ, അത് പിന്നെ സാറേ, ഈ ഗംഗാപ്രസാദിൻ്റെ കാര്യം അറിയാലോ. അപ്പോൾ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞൊരാൾ ഞങ്ങൾക്കെതിരെ ഭീഷണിയുള്ളത് കൊണ്ട് ഞാനാണിതെല്ലാം പുറത്തു പോയി നിൽക്കുകയായിരുന്നു. അവനവിടെ വരുന്നുണ്ടോ, അവനെ നിരീക്ഷിച്ചായിരുന്നു ഞങ്ങൾ പുറത്ത് എല്ലായിടത്തും പോയി നിൽക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പോലീസുകാരൻ പറയണം, അല്ല നിങ്ങളേതായാലും ഇത് രഹസ്യ വിവാഹമല്ലേ നടത്തിയത്, അപ്പോൾ പിന്നെ ഗംഗാപ്രസാദ് എങ്ങനെയാണ് ഈ സത്യങ്ങളെല്ലാം അറിയുന്നത്? ഗംഗാപ്രസാദ് അറിയാതിരിക്കാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ ഇങ്ങനൊരു കല്യാണം നടത്തിയത്. അപ്പോഴേക്കും കല്യാണി, അതൊക്കെ പറയാം സാറേ, പക്ഷേ അവനെ ഭയങ്കര ഭീകരനാ, മണത്തറിഞ്ഞ് അവൻ വരൂന്നേ, അതുകൊണ്ടാ ഞങ്ങൾ പുറത്തൊക്കെ പോയി നിന്നത് എന്ന് പറയാണ്. കല്യാണി ആ ചടങ്ങിൻ്റെ ആ ഒരു സമയത്ത് പെട്ടെന്ന് ഓടിപ്പോയല്ലോ, എങ്ങോട്ടാ പോയത് എന്ന് ചോദിക്കണം. അത് പിന്നെ സാറേ, ഞാൻ ഗ്രീൻ റൂം വരെ ഒന്ന് പോയതാണ്. ഓ ശരി, ഏതായാലും ഓക്കെ, നിങ്ങൾ ഏതായാലും ഇത് പൂട്ടിയെടുത്ത് വെച്ചേര്. അപ്പോഴേക്കും കിരൺ ചോദിക്കണം, അല്ല സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഗംഗാപ്രസാദിനെയൊക്കെ തിരഞ്ഞെന്തിനാണ് സാറേ നടക്കുന്നത്? അവനെ ഏതായാലും മരിക്കേണ്ടതാണല്ലോ. അവനിപ്പോൾ ആരെങ്കിലും തീർത്തിട്ടുണ്ടോ, അവൻ മരിച്ചോ എന്നൊന്നും നമുക്കറിയില്ല. അവനെക്കുറിച്ച് എന്തിനാണ് സാർ ഈ അന്വേഷണം നടത്തുന്നത്? അതങ്ങോട്ട് അവസാനിപ്പിച്ചാൽ പോരെ കിരണേ? ഞാൻ കിരണോട് ഇതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾക്ക് അങ്ങനെ അത് അവസാനിപ്പിക്കാനായിട്ട് കഴിയില്ല. മനുഷ്യരെ കൊല്ലാനുള്ള അവകാശമൊന്നും നമുക്കില്ല. അത് നിയമത്തിന് മാത്രമേ ഉള്ളൂ. ഏത് കൊലപ്പുള്ളിയാണെങ്കിലും ആരാണെങ്കിലും അവനെ കയ്യോടെ പിടികൂടി കഴിഞ്ഞാൽ കോടതിയുടെ മുന്നിൽ ഹാജരാക്കണം. അതിനുശേഷം ആരാചാരാണ് അവനെ തൂക്കിലേറ്റുന്നത്. അത് നമുക്ക് പോലും അവകാശമില്ല. അപ്പം അവന് എത്ര കൊടിയ കൊലപാതകി വേണമെങ്കിലും ആയിക്കോട്ടെ, പക്ഷേ നിയമം കയ്യിലെടുക്കാൻ നമുക്ക് വശമില്ലല്ലോ. അത് ഞാനായാലും ശരി, താനായാലും ശരി, കൊലപാതകം തന്നെയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഈ ഗംഗാപ്രസാദിന് പിന്നാലെ നടക്കുന്നത്. പിന്നെ ഗംഗാപ്രസാദിൻ്റെ കാമുകി സ്റ്റെഫിയില്ലേ, അവളാണെങ്കിൽ തലക്ക് സ്വൈര്യം തരുന്നില്ല. അവൾ ഗംഗയെ കണ്ടുപിടിച്ച് കൊടുക്കണമെന്നും പറഞ്ഞുകൊണ്ട് പിന്നാലെ നടക്കുകയാണ്. അപ്പം നമുക്കൊരാൾ പരാതി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പരാതി അനുസരിച്ച് അവനെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ ഒരു ചുമതലയാണല്ലോ, അല്ലേ കിരൺ? ഞാൻ പറഞ്ഞ സത്യം തന്നെയല്ലേ? അതെ സാർ, ആ ഒരു ചുമതല സാറിന് ഉണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലായി സാർ. അതാണ് കിരണെ പറഞ്ഞത്. അതുകൊണ്ട് ഇതിൽ നിന്ന് എനിക്ക് പിന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. പിന്നെ ഞാനൊരു കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ തുമ്പ് കിട്ടുന്നത് വരെ ഞാൻ അതിൽ അന്വേഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ കിരണേ, നിങ്ങളുടെ വിലപ്പെട്ട സമയം ഞാൻ 1.5 മണിക്കൂർ കളഞ്ഞു അല്ലേ? അതൊന്നും കുഴപ്പമില്ല സാർ, അന്വേഷണത്തിൻ്റെ ഭാഗമല്ലേ. പിന്നെ എനിക്ക് ഈ കല്യാണത്തിൻ്റെ ഒരു പെൻഡ്രൈവ് എക്സ്ട്രാ ഉണ്ടെങ്കിൽ തരാവോ? എനിക്ക് ഒന്നും കൂടി ഒന്ന് കാണാൻ വേണ്ടിയായിരുന്നു. അപ്പോൾ കിരണും കല്യാണി വീണ്ടും ഒന്നും മിണ്ടുന്നില്ല. എന്തു പറ്റി? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അല്ല, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ടായേ, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. ഇല്ല സാർ, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. എങ്കിലേ വേറെ പെൻഡ്രൈവ് വേണ്ട, ഇപ്പം കാണിച്ച പെൻഡ്രൈവ് ഇല്ലേ, അതിന് തന്നാൽ മതി. ഞാനേതെങ്കിലും കുമസ്തൻ്റെ കയ്യിലേക്ക് കൊടുത്തു വിട്ടോളാം, അയാൾ ഇവിടെ കൊണ്ട് തന്നോളും. പേടിക്കണ്ടോ, ഈ പെൻഡ്രൈവ് ഒന്നും മിസ്സാവേന്നും ഇല്ലെന്നേ, പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് പറയാണ്. അത് പിന്നെ സാറേ, സാറിന് താല്പര്യമാണെങ്കിൽ കൊണ്ടുപോയിക്കോ, ഞങ്ങൾക്ക് അതിൽ കൂടുതൽ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ കിരൺ ഒരു ഇതും കൊടുക്കാത്ത രീതിയിൽ ആ പെൻഡ്രൈവ് ഒരു സംശയത്തിനും കൊടുക്കാത്ത രീതിയിൽ ഈ പോലീസുകാരൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഏതായാലും കിരണെ, ഞങ്ങളോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. പിന്നെ ഈ കേസ് അവസാനിക്കുന്നത് വരെ ഞങ്ങളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും, അതൊക്കെ ഒന്ന് സഹിക്കണേ. അതിനെന്താ സാറേ, അതൊന്നും കുഴപ്പമില്ലാത്ത കാര്യമോ സാറേ. എങ്കിൽ പിന്നെ കിരണേ, ഞാൻ പോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പോലീസുകാരൻ പുറത്തേക്ക് ഇറങ്ങുക. പോലീസുകാരൻ എന്നിട്ട് പതിക്കും തിരിഞ്ഞു നോക്കുക. അപ്പോൾ കിരണും കല്യാണം കൂടി ഒന്ന് സംസാരിക്കുന്ന കാണുന്നത്. കിരണിട്ട് എന്താ കിരണിട്ട് ഇത്? എനിക്കാണെങ്കിൽ ഞാൻ അങ്ങ് പേടിച്ചു പോയി. ഇവരാണെങ്കിൽ ഇപ്പോൾ കേസ് അന്വേഷണം നിർത്തുന്ന ഒരു ലക്ഷണമില്ലല്ലോ കിരണേട്ടാ. അത് കഴിഞ്ഞപ്പോഴേക്കും കല്യാണം, നീ ഒന്ന് പേടിക്കാതിരിക്കുക, നിന്റെ മുഖം എപ്പോഴെപ്പോഴും ആ സാറ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു, നീ ഇങ്ങനെ സംശയത്തിന് ഇട കൊടുക്കല്ലേ കല്യാണി എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ പോലീസുകാരൻ ഇവരെ തന്നെ നോക്കി നിൽക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ കിരണാണെങ്കിൽ ചിരിച്ച് കാണിക്കുക. അപ്പോൾ ഈ പോലീസുകാരനാണെങ്കിൽ ടാറ്റ ബൈ ബൈ എന്നും പറഞ്ഞുകൊണ്ടാണ് കാണിക്കുന്നത്.
അപ്പോൾ ഇവരിവിടെ നിന്ന് പോവുകയാണ്. കിരണും കല്യാണിയാണെങ്കിൽ പേടിച്ച് നിൽക്കുക. അങ്ങനെ സ്റ്റെഫിയെ കാണിക്കണം. അപ്പോൾ സ്റ്റെഫി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പോലീസ് ജീപ്പ് കാണുകയാണ്. സാറായിരുന്നു സാറേ, എന്തായി സാറേ അന്വേഷണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതൊക്കെ നിന്നെ അറിയിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ, നീ ഞങ്ങൾക്കൊരു പരാതി തന്നു, കേസന്വേഷണം അവസാനിക്കാറാകുമ്പോഴത്തേക്കും നിന്നോട് ഞങ്ങൾ പറയുക തന്നെ ചെയ്യാം. പിന്നെ ഈ കല്യാണപ്പന്തലിലേക്ക് കയറിപ്പോയിന്ന് ഉറപ്പ് തന്നെയല്ലേ എന്ന് ചോദിച്ചപ്പോഴേക്കും അതെ സർ, ഉറപ്പ് തന്നെയാ. ഗംഗാപ്രസാദ് പോയിട്ടുണ്ട്, പക്ഷേ അതിന് പിന്നിൽ ഗംഗാപ്രസാദിനെ കാണാനില്ലെങ്കിൽ അതിന് പിന്നിൽ കളിക്കുന്നത് കിരൺ തന്നെയായിരിക്കും. അതൊന്നും എനിക്ക് ഇത്ര ഉറപ്പ് എന്ന് ചോദിച്ചപ്പോഴേക്കും നിനക്ക് ഗംഗയ്ക്ക് ആകെ പേടിയാണെന്നല്ല കേട്ടത്. അവനങ്ങനെ പേടിക്കുന്ന കൂട്ടത്തിലല്ല, പക്ഷെ അവനിടക്ക് പറയുമായിരുന്നു അവൻ്റെ ഒപ്പം എതിരാളിയായിട്ട് നിൽക്കാനുള്ള കഴിവ് അത് കിരണിന് മാത്രമുള്ളതെന്ന്. അതെൻ്റെ വെറും തോന്നലാണ് സ്റ്റെഫി. കാരണം കിരണിനെ പോലൊരു ധൈര്യമുള്ള ചെറുപ്പക്കാരൻ ഞാൻ കണ്ടിട്ടില്ല. ഈ ഗംഗാപ്രസാദ് എന്ന് പറഞ്ഞവൻ രാത്രി ഒളിച്ചാണ് ആക്രമിക്കുന്നത്, പക്ഷേ കിരൺ എന്ന് പറഞ്ഞ വ്യക്തി നേർക്ക് നേർ നിന്ന് പോരാടും. അതാണ് കിരണിൻ്റെ പ്രത്യേകത. അത് നിനക്ക് അറിയാൻ പാടാത്തത് കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയണം. നിനക്കിനി എത്ര ദിവസമുണ്ട് പരോള് കഴിഞ്ഞ് പോകാൻ? ഇനിയൊരു ഒരാഴ്ചത്തേക്ക് മേളിലുണ്ട് സാർ. അതിനുള്ളിൽ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരണം, ഗംഗയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് തരണം. അറിവ് കിട്ടുമ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞോളാം, നീ കൂടുതൽ പ്രശ്നത്തിനൊന്നും പോകാൻ നിൽക്കണ്ട എന്നൊക്കെ സ്റ്റെഫിയോട് പറയണം. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.